channel. Hello, welcome to our channel. Hello, welcome to our channel. ഇന്ന് നമ്മൾ പുതിയൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കിയാലോ എന്താന്ന് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്. നമുക്ക് എന്താ നോക്കിയാലോ ആ ഒരു സാധനം. ഇതാണ് ആ സാധനം. കാണുമ്പോ ഒരു റൂം ഫ്രഷ്നർ പോലെയൊക്കെ ഉണ്ട്, പക്ഷെ അതല്ല ഐറ്റം അകത്തല്ലത്. ഇത് എന്താന്ന് വെച്ചാൽ ആക്ച്വലി ഫേസ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്ന ഐറ്റം ആണ്. നമ്മുടെ ഫേസ് മൂവ് ചെയ്യുന്നതനുസരിച്ച് ക്യാമറയും മൂവ് ചെയ്യുന്ന പറയുന്നത്. നമുക്ക് നോക്കി നോക്കാം എന്തൊക്കെയാന്ന്. ക്വാളിറ്റീസ് ഇതിൽ എന്തൊക്കെയാ നോക്കാം. 360 ഡിഗ്രി മൂവ് ചെയ്യും. കാരണം എനിക്ക് തോന്നുന്നു കുറച്ച് നന്നായിട്ട് തിരിയുന്നൊക്കെയാ പറയുന്നത്. ഫേസ് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ട്രൈപോഡ്സ് ഉണ്ട്. പിന്നെ അത് ഒന്നും കൂടി യൂസ് ചെയ്യാൻ ഇപ്പോൾ വ്ളോഗേഴ്സും കണ്ടന്റ് ക്രിയേറ്റേഴ്സൊക്കെ ആണെങ്കിൽ അതുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ആപ്പ് ഒന്നും വേണ്ട. 180 ഡിഗ്രി ഫോൾഡബിൾ ആണ്. പിന്നെ വേറൊരു സൈഡിൽ എങ്ങനെയാ വെച്ചാൽ ക്യാമറ എങ്ങനെയൊക്കെ തിരിയും, എങ്ങനെയൊക്കെ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിലൊരു ആക്ഷൻ വരെ കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്യാൻ ഇതാണ് ആക്ഷൻ, സ്റ്റോപ്പ് ചെയ്യാൻ ഇത് പിന്നെ നമ്മൾ എല്ലാവരും ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല. ഇത് കണക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ക്യാമറയെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ കുഞ്ഞു റിമോട്ട് ഉണ്ട്, കാണത്തൊന്നുമില്ല. അതവിടെ ഒരു സ്ഥലത്ത് ഇത് വെച്ചിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കണമെങ്കിൽ ആദ്യം ഹെൽപ്പ് ഇല്ലാതെ നമുക്ക് അടിപൊളി ഫോട്ടോസ് എടുക്കാൻ പറ്റും. വെള്ള കവറൊക്കെ ഇട്ട് മൂടിയിട്ട് വന്നിരിക്കുന്നത്. ഇതിന് ചാർജറും സൈഡ് അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സി ടൈപ്പ് ചാർജർ ഉണ്ട്. പിന്നെ 1 year വാറന്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു പേപ്പറും കൂടി ഉണ്ട്. അത് എങ്ങനെയൊക്കെ യൂസ് ചെയ്യേണ്ടതെന്നാ. നല്ല ഭംഗിയുണ്ട്, കാണുമ്പോൾ തന്നെ നല്ല ചെറുതാണ്. കയ്യിലൊക്കെ നന്നായിട്ട് ഒതുങ്ങുന്നുണ്ട്. എങ്ങനെ ഓപ്പൺ ചെയ്യുന്നതെന്ന് നോക്കാം. ജസ്റ്റ് ഇത്രയായിരുന്നു. ഈ ഒരു ഹൈറ്റ് വരെ ഓപ്പൺ ആവുമല്ലോ. ഇത് ഫുള്ളായി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമുക്ക് 360 ഡിഗ്രി പറയുന്ന ഈ സംഭവം ഇതാണ് തിരിയുന്നത്. ഇതിന്റെ അടിയിൽ വരുന്ന സംഭവമാണ് ഇങ്ങനത്തെ ഒരു ചക്രം പോലത്തെ സാധനം. ഇത് വെച്ചിട്ടാണ് ഇത് തിരികെ റൊട്ടേറ്റ് ചെയ്യുക. ഇതിൽ 3 ബട്ടൺ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഗസ്റ്ററാണ്. സ്റ്റാർട്ട് ചെയ്യുന്നതും സ്റ്റോപ്പ് ചെയ്യുന്നതും. സെൻറ്ററിലാണ് ഓൺ ചെയ്യുന്നത്. ലാസ്റ്റ് വൺ വന്നിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇതിൽ ഈ കുഞ്ഞ് സ്വിച്ച് വന്ന് ബ്ലൂടൂത്ത് ഓൺ ചെയ്യുന്നത്. നമ്മുടെ ഫോണിലൊക്കെ കണക്ട് ചെയ്താൽ നമുക്ക് ഇത് എടുക്കാൻ പറ്റുന്ന സാധനം. ഇതാണ് റിമോട്ട് എന്ന് പറയുന്ന സാധനം. ഇതാണ് ഇതിന് സെറ്റ് അറ്റാച്ച് ചെയ്താണ്. എന്താ കുഞ്ഞ് റിമോട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് മിസ്സാവത്തുമില്ല. ഇതിൽ തന്നെ നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാനും പറ്റും. ഒരു കുഞ്ഞ് ക്യാമറ വെച്ചിട്ട് അവർ നമ്മുടെ ഫേസ് ഡിറ്റക്ട് ചെയ്യുന്നത്. നമ്മൾ എങ്ങോട്ട് മൂവ് ചെയ്താലും പിടിക്കുന്നതല്ല ഈ ഒരു ക്യാമറയിലാണ്. ഇത് വർക്കാവോ ഇല്ലെന്ന് നമുക്ക് നോക്കാം. ഇതൊക്കെ കുറേ ഐറ്റം കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമുക്കൊന്ന് ഫോണിൽ കണക്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇതൊന്ന് വർക്ക് ആവുന്നതെന്ന്. കുറച്ച് വെയിറ്റ്, നമ്മുടെ ഫോണൊക്കെ അത്യാവശ്യം വെയിറ്റ് ഉണ്ടാവില്ല. അപ്പോൾ വെയിറ്റിനെ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റിയ ബേസും വേണം. അതിനാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഫോണിൽ കണക്ട് ചെയ്യുന്ന സാധനമൊക്കെ അടിപൊളിയാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. എത്ര അത്യാവശ്യം വലിയ ഫോൺസും വെക്കാം. വെയിറ്റ് ഒക്കെ കുഴപ്പമില്ല. ഇത് ലോങ് പ്രസ് ചെയ്ത് ഓൺ ചെയ്ത് നോക്കാം. ഓണായി. ഞാൻ അനങ്ങാൻ തുടങ്ങി. ഓണായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ബട്ടൺസ് ഒക്കെ ഉണ്ട് കുറച്ച്. അപ്പൊ അതൊക്കെ എന്തൊക്കെയാ നമുക്ക് നോക്കാം. എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. 360 റൊട്ടേഷൻ, അതെ അതാണ് ഇപ്പോൾ ടച്ച് ചെയ്തിരിക്കുന്നത്. റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. കൊള്ളായിട്ട് ഇച്ചിരി സ്ലോ ആണെന്നല്ലോ, പക്ഷെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. വേറൊരു ബട്ടൺ കൂടെ ഉണ്ട്. അതെന്ത് നോക്കാം. റൊട്ടേഷനൊക്കെ പക്കയായിട്ടാണ് പോകുന്നത്. നല്ല സ്മൂത്തായി പോകുന്നുണ്ട്. സ്റ്റെക്കായി പോകുന്നില്ല. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ നമുക്കൊരു ലാഗ് ഒന്നും വരില്ല. നിർത്തി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല രസത്തിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് കാണാൻ ബ്ലൂടൂത്ത് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വരുന്ന സെൽഫി എന്നാണ് വരുന്നത്. സെൽഫി എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്കതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇപ്പം എല്ലാം സെറ്റാക്കിയിട്ട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്ത ഇതിൽ ഫേസ് ട്രാക്കിംഗ് നോക്കാം എങ്ങനെ ഇതിൽ വരുന്നതെന്ന്. ജസ്റ്റ് ഇവിടെ ഒരു ബട്ടൺ ഉണ്ടെങ്കിൽ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഫേസ് ഡിറ്റക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിലിപ്പോൾ ഓൺ ആയിട്ടുണ്ട്. ഫേസ് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. മൂവ് ചെയ്യുന്നതനുസരിച്ച് ഫോൺ മൂവ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കാണിച്ചാൽ നിന്നോളും. പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ഇങ്ങനെയാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ കാണിച്ചാൽ മതി. ഫോൺ അവിടെ നിന്നോളും. പിന്നെ അത് മൂവ് ചെയ്തു
കണ്ടന്റ് ക്രിയേറ്റേഴ്സൊക്കെ നല്ല യൂസ്ഫുൾ ആയ ഒരു സാധനമാണ്. നമ്മൾ എന്നിട്ടെങ്കിലും ചെറുതായി മൂവ് ചെയ്ത പോലെ ഫേസ് ഡിറ്റക്ട് ചെയ്തിട്ട് ഫുള്ളായി കവർ ചെയ്യണം. നമുക്ക് ഇപ്പോൾ കട്ട് ചെയ്തെടുക്കാനൊന്നുമില്ല. ഇപ്പോൾ ഈ റൂമിൽ ഇരിക്കുന്ന ലിമിറ്റഡ് സ്പേസിൽ അത് കവർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പുറത്ത് പോയിട്ട് ഔട്ട്ഡോർ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പം എത്രയൊക്കെ ദൂരം പോയപ്പോൾ അത് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നുണ്ടെന്നും എത്ര ദൂരം അത് കവർ ചെയ്യാൻ പറ്റുന്നൊക്കെ നമുക്കൊന്ന് പുറത്ത് വെച്ചൊരു വീഡിയോ എടുത്താലോ. നമ്മുടെ കയ്യിൽ റിമോട്ട് ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഹെൽപ്പ് അവിടെ പോയി ടച്ച് ചെയ്യണമൊന്നുമില്ല. ജസ്റ്റ് ഇവിടുന്ന് ഓൺ ചെയ്താൽ തന്നെ അതിൽ ഓൺ ആയിക്കോളും. നമുക്ക് അടുത്തുനിന്ന് നമ്മളെ ഡിറ്റക്ട് ചെയ്യണ്ടേ, എത്ര ലോങ് മുമ്പ് ഡിറ്റക്ട് ചെയ്ത് നമുക്ക് നോക്കാം. എടുത്തൊരു എക്സ്പീരിയൻസിൽ കുറച്ചും കൂടി ട്രൈപോഡ് എടുക്കുന്നതിന് യൂസ്ഫുൾ. അല്ലാതെ ജസ്റ്റ് റൂമിലോ ഓഫീസിലോ അങ്ങനെയൊക്കെ വെക്കുവാണെങ്കിൽ ഇത് കറക്റ്റാണ്. ടേബിളിൽ വില വെച്ചാൽ പക്കയായിട്ട് സ്ട്രോങ് ആയി നിൽക്കും. വേറെ അല്ലാത്ത പ്ലേസിലൊന്നും വെക്കാൻ പറ്റില്ല. കുറച്ചും കൂടി യൂസ്ഫുൾ ട്രൈപോഡ് യൂസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒരു ഡിഫോൾട്ടായി തോന്നുന്നത് ഫേസ് ട്രാക്ക് ചെയ്യുന്ന പറഞ്ഞല്ലോ. പക്ഷെ എന്താ വെച്ചാൽ അറ്റ് എ ടൈം ആ വീഡിയോയിൽ ഇപ്പോൾ ഒരാളല്ലാതെ 2 പേരുണ്ടെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ ആ ഒരാളെ മാത്രമല്ല ഫോക്കസ് ചെയ്യുക, വേറൊരാളുണ്ടെങ്കിൽ ആളുടെ ഫോക്കസ്, ക്യാമറയുടെ ഫോക്കസ് ആളോട്ട് മാറും. അങ്ങനെ കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം 2 പേരും ട്രാക്ക് ചെയ്യുന്നത്, ഫേസ് ജസ്റ്റ് ട്രാക്ക് ചെയ്യുന്നേ ഉള്ളൂ, പിന്നെ ഫേസ് ട്രാക്ക് ചെയ്യാനൊന്നുമില്ല. ഏതാ ഫേസ് അപ്പോൾ വരുന്നത് അവര് ട്രാക്ക് ചെയ്യും. അത് എനിക്കൊരു ഫോൾട്ടായി തോന്നി. പിന്നെ ഇത് ഫോണിൽ മാത്രം വെക്കുന്ന സെൽഫി സ്റ്റിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ക്യാമറയും കൂടെ ഹോൾഡ് ചെയ്യുന്ന സെറ്റപ്പ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയേനെ. ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഫോട്ടോസ് എടുക്കാനും കുറച്ചും കൂടെ യൂസ്ഫുൾ ആയേനെ. ഇതിപ്പോൾ ഫോണിന് മാത്രം പറ്റത്തുള്ളൂ. ഈ ഒരു റേറ്റിന് ഇതിൻ്റെ ക്വാളിറ്റി പറയുന്നത് മെയിൻലി പറയേണ്ടത് ഈസി ആയിട്ട് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും. കുഞ്ഞതാണ്, ഇതൊക്കെ നമുക്ക് എടുത്തു വെച്ചാൽ തന്നെ മനസ്സിലാവും. ചെറിയൊരു സൈസ് മതി, നമ്മുടെ കയ്യിൽ പിടിക്കാൻ പറ്റുന്നത്ര സൈസേ ഉള്ളൂ. ഈസി ആയിട്ട് ഫോൾഡ് ചെയ്യാനൊക്കെ പറ്റും. പെട്ടെന്ന് ഇപ്പം എങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ഈസി ആയിട്ട് ഫോൾഡ് ചെയ്താൽ ഇത്രയേ ഉള്ളൂ ഐറ്റം. മെയിൻ ഇഷ്ടമായ കാര്യം പിന്നെ ആദ്യം ഹെൽപ്പിലായാലും ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റും. ജസ്റ്റ് ഒന്ന് അവിടെ വെച്ചാൽ നമുക്ക് തന്നെ ഫോട്ടോസ് എടുക്കാൻ പറ്റും. ആരോട് എടുത്തു തരാൻ പറയണ്ട. വീഡിയോസ് ആണെങ്കിലും നമുക്ക് തന്നെ സ്വന്തമായിട്ട് എടുക്കാൻ പറ്റും. സ്മൂത്ത് ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒരു ഷെയ്ക്കോ കാര്യങ്ങളോ ഒന്നും വരില്ല. ജസ്റ്റ് നമ്മൾ ചെറിയ മൂവ്മെന്റ്സ് ഒക്കെ ആകുമ്പോൾ നന്നായി കവർ ചെയ്യാൻ പറ്റും. ഒത്തിരി സ്പീഡിലൊന്നും കവർ ചെയ്യില്ല, അതൊരു പ്രശ്നമാണ് ഇതിന്. പക്ഷെ ചെറിയ ചെറിയ മൂവ്മെന്റ്സിനൊക്കെ സൂപ്പറായി കവർ ചെയ്യും. ഷെയ്ക്കോ കാര്യങ്ങളോ ഒന്നും വരത്തുമില്ല. ഈ പ്രൊഡക്റ്റ് വേണ്ടത് നമ്മുടെ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ഈ പ്രൊഡക്റ്റിന്റെ റേറ്റ് വരുന്നത് ജസ്റ്റ് ഒരു 3000 റുപ്പീസ് വരുന്നുണ്ട്. കുഴപ്പമില്ല, 3000 അത്യാവശ്യം ഐറ്റം ഉണ്ട്, കാണാനുള്ള ഐറ്റം ഒക്കെ ഉണ്ട്. അപ്പൊ ബൈ, അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. ബൈ.